അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ഉഷാറാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അരുൺ, ഇനി ഇപ്പോൾ CP ജോണിന്റെ കാര്യം സൂചിപ്പിച്ചു. CP ജോൺ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരം മണ്ഡലം, അവിടെ ഇന്ന് ആന്റണി രാജു ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകയാണല്ലോ. LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വോട്ട് തേടിയാണ് ആന്റണി രാജു ഇറങ്ങാൻ പോകുന്നത്. വഞ്ചിയൂർ മേഖലാ കൺവെൻഷൻ ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ആന്റണി രാജുവിന്, നീരസം ഉണ്ടായിരുന്നു ഈ തൊണ്ടി മുതൽ തിരുമല കേസിൽ അയോഗ്യനായി MLA സ്ഥാനം. അപ്പോൾ അതിനുശേഷം ഈ സ്ഥാനാർത്ഥി നിർണയിച്ചതിൽ CPM-ന്റെ ഒരു ഏകപക്ഷീയമായുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് ആന്റണി രാജുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഒരു അനുമാനവും അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ആന്റണി രാജു വഴങ്ങിയത്? ഇങ്ങനെ ഇന്ന് പ്രചാരണത്തിന് സജീവമാകാൻ ശ്രമിക്കുകയാണോ, അതോ ഒരു നീരസം വെച്ചുകൊണ്ട് നിർബന്ധത്തിന് വഴങ്ങിയുള്ള വരവാണോ? എന്തോ ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റ് ആണ് തിരുവനന്തപുരം സെൻട്രൽ. ആന്റണി രാജുവിന് തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഹൈക്കോടതിയും ശിക്ഷ റദ്ദാക്കാൻ തയ്യാറാകാത്തോടുകൂടിയാണ് മത്സരരംഗത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ സീറ്റ് ആര് മത്സരിക്കുന്നത് വലിയ തർക്കങ്ങളും അനിശ്ചിതത്വങ്ങളുമുണ്ട്. ഒടുവിൽ ആന്റണി രാജു മുന്നോട്ട് വെച്ച പേരുകളൊന്നും CPM-ന് സ്വീകാര്യമായില്ല. അങ്ങനെയാണ് സുധീർ കരമനയെ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്, CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഇടത് സ്വതന്ത്രൻ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കടുത്ത നീരസം അതിലും ആന്റണി രാജുവിന് ഉണ്ടായിരുന്നു. ആ നീരസത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പ്രചരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൺവെൻഷനിൽ ഉൾപ്പെടെ ആന്റണി രാജു പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. എന്നാൽ അന്ന് വൈകിട്ട് തന്നെ ആന്റണി രാജു വീഡിയോ സന്ദേശം സുധീർ കരമനയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരുന്നു. ഇന്ന് അദ്ദേഹം മണ്ഡലം കൺവെൻഷനിലും പങ്കെടുക്കുകയാണ്. വഞ്ചൂർ മേഖലാ കൺവെൻഷനിലാണ് ആന്റണി രാജു ഇന്ന് പങ്കെടുക്കുന്ന. വൈകിട്ടാണ് ആ പരിപാടി. അതോടുകൂടി ആന്റണി രാജുവും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. ഇടതുമുന്നണിക്ക് സുധീർ കരമനയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര ഒരു എതിർപ്പ് ഉണ്ട് എന്നുള്ള ഒരു പൊതുബോധ്യം, അതും വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ അത്ര ഗുണം ചെയ്യില്ല. സിറ്റിംഗ് MLA തന്നെ, അല്ലെങ്കിൽ നേരത്തെ MLA ആയിരുന്ന ആൾ തന്നെ മാറി നിൽക്കുന്നത് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുമെന്ന വലിയ വിലയിരുത്തലുണ്ട്. അതിന്റെ ആ ഒരു പ്രശ്നം മറികടക്കാൻ ഇപ്പോൾ ആന്റണി രാജു പ്രചരണത്തിൽ ഇറങ്ങുന്നതിലൂടെ കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. വൈകിട്ടാണ് ആന്റണി രാജു പങ്കെടുക്കുന്ന കൺവെൻഷൻ വഞ്ചിയൂരിൽ ചേരുന്നത്. അതാണ്, ആന്റണി രാജു ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും. മുൻ മന്ത്രി, തിരുവനന്തപുരത്തെ സിറ്റിംഗ് അല്ലെങ്കിൽ അവിടുത്തെ MLA പ്രചരണത്തിൽ എത്താത്തതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു LDF ആകമാനം. അപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധീർ കരമനയ്ക്ക് വേണ്ടി ആന്റണി രാജു ഇന്ന് എത്തുകയാണ്. നിരസവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.